ഹലോ. കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിക്ക്. കേൾക്കുന്നുണ്ട്. സുഖാണോ? സുഖമാണ്. സുഖാണോ? ഓക്കെ. സുഖമാണ്. അങ്ങനെയാണെങ്കിൽ വേഗം ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്തേ. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സുഖമായിട്ട് തോന്നുന്നില്ല. വേഗം ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരെ. കുറെ ആളുകൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഓഫ് ആക്കി വെച്ചിരിക്കുന്ന ആളുകളൊന്ന് വീഡിയോ ഓൺ ആക്കാനാണ്. ബുക്സ് ഒക്കെ എടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഡിലേ ഒന്നും വേണ്ട. ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കാം. സ്റ്റഡി മെറ്റീരിയൽ എടുക്കാം. ഇന്നലെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഇന്നലെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് കിട്ടിയായിരുന്നോ? കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ആ ആ ദിയ കിട്ടിയില്ലേ? കിട്ടി നോക്കിയില്ല. കിട്ടും, മിക്കവാറും കിട്ടും. ഞാൻ ശരിയാക്കി തരാം. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സമയം കളയാനില്ല. ഒന്ന് പ്രെയർ ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഓൾ ഓഫ് യു ഗെറ്റ് റെഡി ഫോർ ദ പ്രെയർ. ഓക്കെ, ആ തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നേ. പ്രെയർ ടൈം ആണ്. ഓക്കെ, ദെൻ എല്ലാവരും കേട്ടോ വീഡിയോ ഓൺ ചെയ്ത് വയ്ക്കുക. ദെൻ ഓൾ ഓഫ് യു ക്ലോസ് യുവർ ഐസ് ആൻഡ് സെറ്റ് സ്ട്രെയിറ്റ്. ഒരു നോർമൽ ബ്രീത്ത് അകത്തേക്ക് എടുക്കാം. ദെൻ വെരി സ്ലോലി പുറത്തേക്ക് റിലീസ് ചെയ്യുക. Once again, taking a deep breath and very slowly breathe out. ഇന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഈ ഒരു ക്ലാസ്സിൻ്റെ ബിഗിനിങ് മുതൽ എൻഡിങ് വരെ എത്രയും നന്നായി തന്നെ മക്കൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കണേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധയോടുകൂടി തന്നെ കേട്ടിരിക്കാൻ സാധിക്കും. നന്നായി തന്നെ പഠിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ഓൾവേസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. മക്കൾക്ക് ഓരോരുത്തർക്കും എത്രത്തോളം മനോഹരമായിട്ട് പുഞ്ചിരിക്കാൻ സാധിക്കും അത്രയും മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്വീറ്റ് സ്മൈൽ നിങ്ങളുടെ ഫേസിലേക്ക് കൊണ്ടുവരാം. ഫേസിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ സ്മൈലോട് കൂടി തന്നെ എല്ലാവരും കണ്ണുകൾ മെല്ലെ മെല്ലെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ്. ഇനി ടിഷ്യൂസ് ആണ് എന്ന റിവിഷൻ എന്നറിയാലോ അല്ലേ? അതറിയാമെങ്കിൽ ഒന്ന് വേവ് ചെയ്ത്. ടിഷ്യൂസ് ആണ്. ടിഷ്യൂസ് എല്ലാം കൂടെ നമുക്കിന്ന് വാരി വലിച്ചിട്ട് പഠിക്കണ്ട. നമുക്കിന്ന് മൊത്തം പ്ലാൻ ടിഷ്യൂസ് പഠിച്ചു തീർക്കാം. ഓക്കെ അല്ലേ? കണ്ടീഷൻസ് അപ്ലൈഡ് ആണെങ്കിൽ തംസ് കാണിക്കൂ. ഇന്ന് നമ്മൾ പ്ലാൻ ടിഷ്യൂസ് സെറ്റ് ആക്കുന്നു. നാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? സാവധാനത്തിൽ അനിമൽ ടിഷ്യൂസ് സെറ്റ് ആക്കുന്നു. എന്നിട്ട് ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനിയും ഡിലേ. പഠിക്കുന്ന കാര്യം വളരെ കുറച്ചേ ഉള്ളൂ. അത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും പറ്റും. മീൻസ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈവനിങ്ങിൽ പഠിക്കുന്നവർക്ക് ഈവനിങ്ങിലും മോർണിംഗിൽ പഠിക്കുന്ന ആളുകൾക്ക് മോർണിംഗിൽ ഇരുന്നിട്ട് പഠിച്ചു തീർക്കാനുള്ള സമയം കറക്റ്റ് അവൈലബിൾ ആണ്. ആ ലിമിറ്റഡ് ടൈമിനകത്ത് തന്നെ തീർക്കാൻ പറ്റുന്ന അത്രയും കണ്ടന്റുകളെ ഇന്നും നാളെയായിട്ട് പഠിക്കാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പറയുന്നത് നല്ല വൃത്തിക്ക് അങ്ങ് പഠിച്ച് തീർത്തേക്കണം. ഓക്കെ അല്ലേ? ബിഫോർ ദാറ്റ് നമുക്ക് ഇപ്പോൾ ഒരു 45 മിനിറ്റ്സോളം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സാർ പറഞ്ഞു തരാം. വീഡിയോ ഞാൻ പറഞ്ഞു ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നവർ വീഡിയോ ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. അതേപോലെ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി നിങ്ങളുടെ ബുക്കിലൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകേണ്ടതാണ്. ഇത് എക്സ്പ്ലനേഷൻ തരേണ്ട സ്ഥലങ്ങൾ സാർ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ തന്നോളാം നിങ്ങൾക്ക്. സോ എല്ലാവരും ബുക്ക് എടുത്തേ. മെറ്റീരിയൽ ആണ് കയ്യിലുള്ളെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്ക് ആണ് നോട്ട്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്നവർ ബുക്കിൽ കണ്ടന്റ് എടുക്കുക കേട്ടോ. സാർ ഇനി പറയുന്ന കാര്യങ്ങൾ ഇതിനൊന്നും എന്ത് ചെയ്യാനില്ല, നമുക്ക് കട്ട് ഔട്ട് ചെയ്ത് കളയാനില്ല. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ളത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റെഡി അല്ലേ? റെഡി ആണെങ്കിൽ തംസ് ഇട്ടോ. ഇപ്പോൾ നോട്ട് ചെയ്ത് പോവാം. ഒരു പെൻ ഓർ പെൻസിൽ കയ്യിൽ വേണം, മെറ്റീരിയൽ വേണം. ഇതിനകത്ത് മാർക്ക് ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. അതാ ഇത്രയും വേണം കേട്ടോ. കണ്ടോ? ഇതാണ് അതിന്റെ ആ ഡെഫിനിഷൻ ബ്രാക്കറ്റിനകത്തുണ്ട്. കണ്ടോ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചേ. മാർക്ക് ചെയ്തിട്ടോളൂ കേട്ടോ. അത് പഠിച്ചു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഈ ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ. NCERT ഇതുപോലൊരു ഫിഗർ കിടക്കുന്നില്ലേ? ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്. ഫിഗറിൽ മെരിസ്റ്റംസ് 3 ലേബൽ ചെയ്യാൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം. 3 മെരിസ്റ്റംസേ നമുക്ക് ആകെ പഠിക്കാനുള്ളൂ. അത് ഫിഗറിൽ ലേബൽ ചെയ്യാൻ ആദ്യം എൻ്റെ മക്കൾ പഠിക്കുക. അത് കഴിഞ്ഞാൽ എപ്പിക്കൽ മെരിസ്റ്റം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്തേ. എപ്പിക്കൽ മെരിസ്റ്റം നല്ല ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അതിന്റെ പൊസിഷൻ, എവിടെയാണ് അതിന്റെ ഫംഗ്ഷൻ, എന്താണ് അതെന്താണ് പ്ലാന്റിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വൃത്തിക്കൊന്ന് പഠിക്കുക. എപ്പിക്കൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ആണ് ഇന്റർ കാലറി. ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അസേർഷൻ റീസൺ സെഷനിലും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലും വെരി ഷോർട്ട് ആൻസറിലും MCQലും ഒക്കെ വന്ന് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മെരിസ്റ്റംസ്. നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനും മെരിസ്റ്റമിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ.
ഇന്റർകാലറി മെരിസ്റ്റം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലാറ്ററൽ മെരിസ്റ്റം. ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും അധികം നമ്മൾ പഠിച്ചു തീർക്കുന്നത് കേട്ടോ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്താണെന്ന് പഠിക്കുന്നു. ദെൻ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ ക്ലാസിഫിക്കേഷനിൽ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ, പ്ലാന്റ്സിന്റെ പൊസിഷൻ എവിടെയാണോ ഇത് ഉള്ളതെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് മെരിസ്റ്റംസിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. എപ്പിക്കൽ, ഇന്റർകാലറി, ലാറ്ററൽ മെരിസ്റ്റം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്കിപ്പ് ഒന്നും ചെയ്യരുത് കേട്ടോ. അത് മൂന്നും സ്കിപ്പ് ചെയ്യുന്നത് മണ്ടത്തരാണ്, അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് പെർമനന്റ് ടിഷ്യൂസിന്റെ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടണം കേട്ടോ മക്കളെ. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അല്ലേ പെർമനന്റ് ടിഷ്യൂ ആകുന്നത്. ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്ത് ഈ പ്രോസസ്സിന്റെ നെയിം ഒന്ന് ഓർത്തിരുന്നു കേട്ടോ. ഡിഫറൻസിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പെർമനന്റ് ടിഷ്യൂസ് ആയിട്ട് മാറുന്നത്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിന്റെ ടൈപ്സ് ആണ് ആവശ്യമുള്ളത്. പാരൻകൈമ വെരി ഇമ്പോർട്ടന്റ്, വെരി 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 ഇമ്പോർട്ടന്റ്. പാരൻകൈമാസ് ടിഷ്യൂസിന്റെ അല്ലെങ്കിൽ സെൽസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, സ്പെഷ്യലൈസേഷൻ നോക്കിക്കേ, ലിറ്റിൽ സ്പെഷ്യലൈസേഷൻ ആണുള്ളത്. സിമ്പിൾ ലിവിങ് സെൽസ് ആണ്, തിൻ സെൽ വാൾ ആണ്, ആൻഡ് ലൂസ്ലി പാക്ഡ് ആണ്. ലാർജ് ഇന്റർസെല്ലാർ സ്പേസ് അവരുടെ ഇൻ ബിറ്റ്വീൻ പ്രസന്റ് ആണ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്യാം. അപ്പോൾ ഈ പാരഗ്രാഫിനകത്ത് തന്നെ കുറെ കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് കോർട്ടെക്സ്, പിറ്റ്സ്, ദ റൂട്ട് ആൻഡ് മെസോഫിൽ ഓഫ് ലീവ്സ്, ഇവിടെ ഒക്കെ ഇത് കാണുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ലൊക്കേഷൻ എവിടെയാണ്, അതിന്റെ ഫംഗ്ഷൻസ് എന്താണ്, സെല്ലിന്റെ സ്ട്രക്ചർ, ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ദാ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ പോയിന്റ്സ് എല്ലാം പഠിക്കണം കേട്ടോ മക്കളെ. ഫംഗ്ഷൻസ് ഇതാ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ഒരു ക്ലോറൻ കൈമയും അതുപോലെ എയ്റൻ കൈമയും ബുക്കിലുണ്ടെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. ക്ലോറൻ കൈമ കിടക്കുന്നുണ്ട്, എയ്റൻ കൈമ കിടക്കുന്നുണ്ട്. അത് രണ്ടും ഫംഗ്ഷൻസിനകത്താണ് വന്നേക്കുന്നത്. പക്ഷേ എയ്റൻ കൈമ, ക്ലോറൻ കൈമയുടെ ഫംഗ്ഷൻസ് വരുന്ന പോയിന്റ് വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടാവണേ. അതുപോലെ 1 2 3 4 ടോട്ടൽ 5 പോയിന്റ്സേ ഉള്ളൂ ഫംഗ്ഷൻസിൽ പഠിക്കാൻ. 5 പോയിന്റ്സ് പഠിക്കാമെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. പാരൻ കൈമയുടെ 5 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ആ 5 പോയിന്റുകൾ എന്ത് ചെയ്യണം, നല്ല വൃത്തിയായിട്ട് എന്റെ മക്കളെ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയേ പറ്റത്തുള്ളൂ കേട്ടോ. ആൻഡ് കോളൻ കൈമ വെരി ഇമ്പോർട്ടൻറ്റ്. ബോർഡ് എക്സാം മീൻസ് നിങ്ങളുടെ ലാസ്റ്റ് എക്സാമിന് കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കോളൻ കൈമ കേട്ടോ. എന്ന് കരുതി പാരൻ കൈമ ചോദിക്കില്ല എന്നല്ല, പാരൻ കൈമയും ചോദിച്ചിട്ടുണ്ട്. കോളൻ കൈമ കൂടുതലായി ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കോളൻ കൈമയുടെതാ തിക്കൻഡ്, കോർണേഴ്സ് ഒക്കെ ഇറഗുലർലി തിക്കൻഡ് ആണ്. അത് പെക്റ്റിന്റെ ഡെപ്പോസിഷൻ കൊണ്ടാണെന്ന് അറിയാവുന്നവർ ഡാറ്റ കാണിച്ച് അറിയാമല്ലോ എന്തുകൊണ്ടാണ് അതിന്റെ സ്ട്രക്ചർ അങ്ങനെ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ദാ നോക്കിക്കേ, ഇതിന്റെ കോർണേഴ്സ് തിക്കൻഡ് ആയിട്ടിരിക്കുന്ന കാണുന്നുണ്ടെങ്കിൽ വേവ് ചെയ്തേ. കണ്ടോ, യെല്ലോ കളറിൽ ഓരോ സെല്ലിന്റെ കോർണേഴ്സ് മാത്രം എന്താണ്, കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് വാട്ട്, എന്തിന്റെ ഡെപ്പോസിഷൻ ഉള്ളതുകൊണ്ടാ, പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് അവിടെ അല്ലെങ്കിൽ മെറ്റീരിയൽ ഉണ്ട്. ആ സബ്സ്റ്റൻസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു തിക്കനിങ് അവർക്ക് വരുന്നത് കേട്ടോ. കോളൻ കൈമയുടെ ഫംഗ്ഷൻസ്, പാരൻ കൈമ പറഞ്ഞതുപോലെ തന്നെ കോളൻ കൈമയുടെ ഫംഗ്ഷൻസ് മാർക്ക് ചെയ്തോളൂ. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സ്ക്ലീറൻ കൈമ, ലാസ്റ്റ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ് നമ്മുടെ സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. സ്ക്ലീറൻ കൈമയുടെയും എന്താ പറയുക, സ്ട്രക്ചർ പഠിക്കുക. ഓൾ സൈഡ്സ്, എല്ലാ സെല്ലിന്റെ എല്ലാ സൈഡ്സും യൂണിഫോംലി തിക്കൻഡ് ആണ്. ആണെങ്കിൽ ഇത് വേവ് ചെയ്ത് യൂണിഫോംലി തിക്കൻഡ് ആണ് കേട്ടോ. ദെൻ ലിഗ്നിൻ കാണുന്നുണ്ടോ, അവിടെ കോർണേഴ്സ് തിക്കായത് പെക്റ്റിൻ ഉള്ളത് കൊണ്ടും ഇവിടെ ഈക്വലി സെൽ വാൾ മൊത്തം എല്ലാ സെല്ലിന്റെ ഏരിയാസും തിക്കൻഡ് ആയിരിക്കുന്നത് ലിഗ്നിൻ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ പെക്റ്റിനും ലിഗ്നിനും എവിടെയാണെന്നുള്ള ഡിഫറൻസിയേഷൻ ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസ് കാണിച്ച്, ഓക്കെ ആണെങ്കിൽ തംസ് കാണിക്കുക. ഓക്കെ ഫൈൻ. ദാ സ്ക്ലീറൻ കൈമയുടെ ഫംഗ്ഷൻസ് മാർക്ക് ചെയ്തോളൂ. സ്ക്ലീറൻ കൈമയുടെ ഫംഗ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് സ്ക്ലീറൻ കൈമയുടെ ഫംഗ്ഷനെ. അപ്പോൾ പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ മാർക്ക് ചെയ്തെങ്കിൽ കൈ ഒന്ന് ഫ്രണ്ടിൽ വെക്കുക. ഒരു കിടിലൻ ഡാറ്റ കാണിക്കുക കേട്ടോ. അടിപൊളി ഡാറ്റ കാണിച്ച്, ഓക്കെ ആണല്ലോ, സെറ്റ്. ദെൻ പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ, ഇവിടെയും ഉണ്ട് ഒരു സാധനം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്കുള്ളത്, എപ്പിഡെർമിസും. പ്രൊട്ടക്റ്റീവ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 എണ്ണം ഉണ്ട്. അവിടെ നമ്മുടെ എപ്പിഡെർമിസും ഉണ്ട്, കോർക്കും ഉണ്ട്. എപ്പിഡെർമിസ് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്തോളൂ. എപ്പിഡെർമിസ് ഇമ്പോർട്ടന്റ്. ബുക്കിലുണ്ടോ എപ്പിഡെർമിസ്? ഉണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ദെൻ മാർക്ക് എപ്പിഡെർമിസ്. ഒരു ഫിഗർ കൊടുത്തേക്കുന്നുണ്ടോ അവിടെ, കണ്ടായിരുന്നോ? ഒരു ഫിഗർ കണ്ടോ അതിന്റെ താഴെയായിട്ട്? ആ ഫിഗർ ഒന്ന് ലേബിൾ ചെയ്യാൻ പഠിച്ചോ. കഴിഞ്ഞ ഞാൻ എല്ലായിടത്തും അല്ല, 1-2 സ്കൂളിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിഗർ തന്നിട്ട് എപ്പിഡെർമൽ സെൽസിന്റെ ലെയറിന്റെ കാര്യങ്ങൾ തന്നിട്ടില്ല. ദാ ഗോഡ് സെൽസ് ഉണ്ട്, സ്റ്റൊമേറ്റോ ഉണ്ട്, പ്രൊട്ടക്റ്റീവ് പാർട്സിന്റെ എന്തോ ഇവിടെ ഇല്ല സാർ, അവിടെ എവിടെയാണ്. ഓക്കെ, ദാ ഈ ഫിഗറാ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്ത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഫിഗർ. ഇതിൽ ഗോഡ് സെൽ ലേബിൾ ചെയ്യാൻ പഠിക്കണം. എപ്പിഡെർമൽ സെൽസ്, സ്റ്റൊമേറ്റ, കണ്ടോ ഇവിടെയും ഗോഡ് സെൽ ഉണ്ട്. ഗോഡ് സെല്ല്, സ്റ്റൊമേറ്റ, അതുപോലെ തന്നെ നമ്മുടെ എപ്പിഡെർമൽ സെൽസ് ലേബിൾ ചെയ്യാൻ വൃത്തിക്ക് പഠിക്കാൻ തുടങ്ങി തംസ് ഇട്ടോ കേട്ടോ. ഇതാണ് ബുക്കിലുള്ള ഫിഗർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ സഹോദരങ്ങളെ? ഓക്കെ ആണ്, ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ദെൻ ദാ ഈ പോയിന്റ് കേട്ടോ ബുക്കിലുണ്ട്. ഈ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഡെസേർട്ട് പ്ലാന്റ്സിന്റെ കേസിൽ
എപ്പിഡെർമിസ് ഓഫ് ദി ഏരിയൽ പാർട്ട് ഹാസ് തിക് വാക്സി കോട്ടിംഗ് ഓഫ് ക്യൂട്ടിൻ. കണ്ടോ, ക്യൂട്ടിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിന്റെ ഈ ഒരു കോട്ടിംഗ് ഉണ്ട്, ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ട് ഇവിടെ. ഡെസേർട്ട് പ്ലാന്റ്സിൽ മാത്രമാണ് കേട്ടോ അത്. നമ്മുടെ ഇതൊക്കെ ഇല്ലേടാ, എന്നാ സാധനത്തിന്റെ പേര്, കാക്ടസ് ആണ്. കാക്ടസ് ഇല്ലേ, കാക്ടസിന്റെ ഒക്കെ കേസിൽ കണ്ടിട്ടുണ്ടോ, നോർമൽ പ്ലാന്റിന്റെ ലീഫ് പോലെയാണ് ഇരിക്കുന്നത്? അല്ല, അവിടെ ഒരു ക്യൂട്ടിന്റെ ഡെപ്പോസിഷൻ ഉണ്ട്, ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്. ഡെസേർട്ട് പ്ലാന്റ്സിലാണ് അത് പറഞ്ഞേക്കുന്നത്. ദെൻ കോർക്ക്, ഇത് മാർക്ക് ചെയ്ത് വെച്ചോ. കോർക്കിന്റെ കാര്യം മനസ്സിലാക്കി വെക്കുക. സ്യൂബറിൻ, കണ്ടോ, സ്യൂബറിൻ, പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടോളൂ. കോർക്ക് സെല്ല്. ദെൻ ഈ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസോടെ കഴിഞ്ഞാൽ പ്ലാന്റ് ടിഷ്യൂസിന്റെ സെഷൻ തീർന്നു എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ പഠിച്ച് തീർക്കണം കേട്ടോ, പഠിച്ച് തീർത്താലേ നമുക്കത് തീർന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതിൽ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസിൽ രണ്ടെണ്ണേ നമുക്ക് പഠിക്കാനാകെയുള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ സൈലം ആണ്, അടുത്തത് നമ്മുടെ ഫ്ലോയോ ആണ്. അപ്പോൾ സൈലത്തിന്റെ കേസിൽ പഠിക്കുമ്പോൾ സൈലം എന്താണ്, സൈലത്തിന്റെ സ്ട്രക്ചർ, സൈലത്തിന്റെ ഫംഗ്ഷൻ, അതെന്തായാലും നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ദെൻ കമ്പോണൻസ് മാർക്ക് ചെയ്തിട്ട്, ട്രക്കീറ്റ്സ് ഉണ്ട്, വെസൽസ് ഉണ്ട്, അതുപോലെ തന്നെ പാരൻകൈമയുണ്ട്, സൈലം ഫൈബേഴ്സ് ഉണ്ട്. ഇത്രയും കമ്പോണൻസ് അവിടെ ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച് സൈലം ഫൈബേഴ്സ് വരെയുള്ള കമ്പോണൻസ് ടിക്കറ്റ് വെച്ചോളൂ കേട്ടോ. സൈലത്തിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ദെൻ അത് കഴിഞ്ഞാൽ ഓരോ കമ്പോണൻസ്. സൈലം എന്ന് പറയുന്ന ഒരു ടിഷ്യൂ ആണ്, കോംപ്ലക്സ് ടിഷ്യൂ ആണ് അത്. ഈ കോംപ്ലക്സ് ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ വെച്ചിട്ടാ? ഇതേപോലെ കുറെ കമ്പോണൻസ് കമ്പൈൻ ചെയ്തിട്ടാ. അപ്പൊ സൈലം ടിഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ വെച്ചിട്ടാണ്? സൈലം ഫൈബേഴ്സ്, സൈലം പാരൻകൈമ, പിന്നെ ഏതാ, ട്രക്കീറ്റ്സും വെസൽസും ഇല്ല ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്. ട്രക്കീറ്റ്സ് ഉണ്ട്, വെസൽസ് ഉണ്ട്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ സൈലം എന്ന് പറയുന്ന ടിഷ്യൂ അവിടെ ഫോം ചെയ്തേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് സെക്കൻഡ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആണ് എന്ത്, ഫ്ലോയം എന്ന് പറയുന്നത്. ഫ്ലോയത്തിന്റെയും സ്ട്രക്ചർ നിങ്ങൾ നോക്കുക. ഫംഗ്ഷൻ, ഓക്കെ, ഫംഗ്ഷൻ നല്ല വൃത്തിക്ക് പഠിച്ചു വയ്ക്കുക. ഫ്ലോയത്തിന്റെ കമ്പോണൻസ്, സീവ് ട്യൂബ്, സീവ് സെൽസ്, ദെൻ കൊമ്പാനിയൻ സെൽസ്, ഫ്ലോയം ഫൈബേഴ്സ്, ഫ്ലോയം പാരൻകൈമ. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തോ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം ബുക്കിൽ കേട്ടോ. ഇനി അനിമൽ ടിഷ്യൂ, അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഇന്ന് ഇത്രയും തീർക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോ, നല്ല വൃത്തിക്ക് തീർക്കാൻ. ഐ മീൻ ഇപ്പൊ പഠിക്കുന്ന കാര്യമല്ല കേട്ടോ, ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാം കൂടെ അല്ല, ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. അത് സാർ ഇപ്പോൾ ഒരു 6:15 വരെയുള്ള ടൈമിൽ പറഞ്ഞു തരാം. ദെൻ ഈവനിങ് ബാച്ചിന് 6:30 to 8 വരുന്ന ക്ലാസ്സും മോർണിംഗിന് രാവിലെ വരുന്ന ക്ലാസ്സും ഇല്ലേ, ആ ക്ലാസ്സിലും പഠിക്കുന്ന കാര്യമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ ആണെങ്കിൽ തമ്പ് കാണിച്ച്. ഓക്കെ ആണല്ലോ? ഇന്നും നാളെ മോർണിംഗിലും, ദെൻ ബാക്കിയുള്ള പോർഷൻസ് നാളെ ഈവനിങ്ങിലും അത് കഴിഞ്ഞിട്ടുള്ള ദിവസം മോർണിംഗിലും ആയിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ടാവും നമ്മൾ. സോ ഡോണ്ട് ബി വറി അബൌട്ട് ദാറ്റ്. ഇപ്പോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു നോട്ട്ബുക്ക് എടുക്കൂ, വേഗം ഒരു നോട്ട്ബുക്ക് എടുത്തേ മക്കള്, എടുത്തോട്ടോ, പെട്ടെന്ന് എടുത്തോളൂ. സാധാരണ ഇത് വരയ്ക്കാനൊന്നും ചോദിക്കില്ല, വരച്ചിട്ടുള്ള ഫിഗർ തന്നിട്ട് ലേബലിംഗാ ചോദിക്കണേ. പക്ഷേ നമുക്കുണ്ടല്ലോ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് ഇല്ലേ? ഇത് കൺഫ്യൂഷൻ വന്ന് തെറ്റിപ്പോയിട്ടുള്ളവർ, എപ്പോഴെങ്കിലും എക്സാമിന് തെറ്റിപ്പോയിട്ടുള്ളവർ ഡാറ്റ കാണിച്ച്, ഇത് തെറ്റിച്ച് കളഞ്ഞിട്ടുള്ളവർ ഇടക്കൊക്കെ എപ്പോഴെങ്കിലും അതുകൊണ്ട് ഇടയിലല്ലേ. അപ്പോൾ തെറ്റിപ്പോവാൻ പാടില്ല. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, ഈ സെയിം സാധനം കോപ്പി ചെയ്യുക. ഞാൻ ഒരു കാര്യം പറയാം, വെയിറ്റ്, ഭയങ്കര ഭംഗിയിൽ അടിപൊളിയായിട്ടൊന്നും വരയ്ക്കണ്ട കേട്ടോ. ഓക്കെ ആണെങ്കിൽ തമ്പ് കാണിച്ച്. നിങ്ങൾ വരയ്ക്കുമ്പോഴേ നിങ്ങളുടെ കയ്യിൽ ആ സാധനം നിൽക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചത് സിമ്പിൾ ആയിട്ട്. ആദ്യം മറ്റേ റോക്കറ്റിന്റെ എൻഡ് പോലെ ഒരു സാധനം വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഫുൾ താഴേക്ക് വരുമ്പോൾ അതിന്റെ ഡയമീറ്ററിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റെം ഇതേപോലെ ഒന്ന് കാണിക്കുക. എന്നിട്ട് ഇവിടുന്ന് കാണിച്ചിരിക്കുന്ന ഈ സ്ട്രക്ചർ ഒക്കെ ഉണ്ടല്ലോ, ഇതൊന്നും നമുക്ക് അത്ര ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വരയ്ക്കൊന്നും വേണ്ട. അത്യാവശ്യം ഒരു മിനിമൽ ക്വാളിറ്റിയിൽ സാർ വരച്ചിരിക്കുന്ന കണ്ടോ, ഒരു മിനിമം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് വരച്ച് വെക്കുക. കുഴപ്പമൊന്നുമില്ല. ഇത്രയും വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ഡാറ്റ കാണിച്ച് കഴിഞ്ഞു. ഇത് വേഗം ഔട്ടർ ബോഡി ഒന്ന് വരച്ചെടുത്ത്, ഔട്ടർ ബോഡി ഒന്ന് വരയ്ക്കാം. നമുക്ക് ഇപ്പൊ തന്നെ ലേബൽ ചെയ്ത് തന്നെ പഠിക്കാം. നമ്മൾ തന്നെ വരച്ച് നമ്മൾ തന്നെ ലേബൽ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മറന്നു പോകത്തില്ല. ഓക്കെ, ഇനി എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്ലാന്റിന്റെ ഷൂട്ടിന്റെ ടിപ്പാണ് കാണിച്ചിരിക്കുന്നത്. ആ ഷൂട്ടിന്റെ ടിപ്പാണ് എപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, ആ ടിപ്പിൽ സാറിത ഇവിടെ ഇങ്ങനെ ആ ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന പോർഷൻ കണ്ടോ, ഇതായിരിക്കും അതിന്റെ എപ്പിക്കൽ റീജിയൻ. അപ്പോൾ എപ്പിക്കൽ റീജിയനിലുള്ള മെരിസ്റ്റം ആണ് എപ്പിക്കൽ മെരിസ്റ്റം. മാർക്ക് ചെയ്തോളൂ. ഒരു പ്ലാന്റിന്റെ ഷൂട്ടിന്റെ ടിപ്പിൽ കാണുന്ന എപ്പിക്കൽ റീജിയനിൽ കാണുന്ന മെരിസ്റ്റം ആണ് എപ്പിക്കൽ മെരിസ്റ്റം കേട്ടോ.
എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയും. ഓക്കെ, പ്ലാന്റിന്റെ സ്റ്റെമ്മിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാനൊക്കെയാണ് ഇത് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്, ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ ഒന്ന് ഡാറ്റ കാണിക്കുക. എനിക്കിനി ഒരാൾ വേറൊരു കാര്യം ആർക്ക് വേണമെങ്കിലും പറഞ്ഞു തരാം കേട്ടോ. ഈ പ്ലാന്റിന്റെ ഷൂട്ടിന്റെ ഈ ഒരു ടിപ്പിലല്ലാതെ ഈ മെരിസ്റ്റം വേറൊരു സ്ഥലത്തൂടെ കാണുന്നുണ്ട്. ആർക്ക് പറയാൻ പറ്റും? ഒരു പ്ലാന്റിന്റെ ഈ ഷൂട്ടിന്റെ ടിപ്പിലല്ലാതെ സെയിം മെരിസ്റ്റം, എപ്പിക്കൽ മെരിസ്റ്റം ഒരു സ്ഥലത്തൂടെ ഉണ്ട്. സാർ ആരാണ് സാർ ആദ്യം ഡാറ്റ കാണിച്ചിട്ടുള്ള ആള്? നവനീതാണ്. നവനീതെ പറയടാ കുട്ടാ. റൂട്ട്സിന്റെ ഒരു പ്ലാന്റിന് ഷൂട്ടിന് ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ എൻഡ് പോർഷനിൽ എന്തുണ്ടാകും? റൂട്ട് ഉണ്ടാകും അല്ലെ? ആ റൂട്ടിന്റെ ടിപ്പിലും ഈ സെയിം മെരിസ്റ്റം ഉണ്ടാവും കേട്ടോ. ഓക്കെ, വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്ത മക്കൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ മക്കളെ. ഷൂട്ടിന്റെ ടിപ്പിലുള്ള മെരിസ്റ്റത്തെ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്നും പറയും. ദെൻ റൂട്ടിന്റെ ടിപ്പിലുള്ളതിനെ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്നും പറയും കേട്ടോ. റൂട്ടിന്റെ ടിപ്പിലുള്ള മെരിസ്റ്റം ആണെങ്കിൽ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ആണത്. ഷൂട്ടിന്റെ ടിപ്പിലുള്ള മെരിസ്റ്റം ആണെങ്കിൽ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ആണ്. നിങ്ങൾ ഇപ്പൊ ഇങ്ങനത്തെ ഈ ഫിഗർ തന്നു കഴിഞ്ഞാൽ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് എഴുതിയാൽ മതിയായിരിക്കും. ദെൻ സ്പെസിഫിക്കേഷൻ ഞാനൊന്ന് കൊടുത്തിട്ടതാണ്. ഷൂട്ടിന്റെ ടിപ്പിലാണെങ്കിൽ ഷൂട്ട് എപ്പിക്കലും, ദെൻ റൂട്ടിന്റെ ടിപ്പിലാണെങ്കിൽ റൂട്ട് എപ്പിക്കലും ആണ്. ഓക്കെ, എല്ലാവർക്കും അത് ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ഓക്കെ ആണ്, യെസ് ഫൈൻ. ദെൻ ഇതേ എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന് കുറച്ചുകൂടെ താഴേക്ക് വന്നിട്ട് ഇന്റർനോഡൽ റീജിയൻ കണ്ടോ, അഡ്ജസന്റ് നോഡ്സിന് ഇൻ ബിറ്റ്വീൻ ഉള്ള ആ ഒരു ഗ്യാപ്പ് കണ്ടോ, ഇവിടെയാണ് എന്ത് കാണുന്നേ? ഇന്റർ കാലറി മെരിസ്റ്റം. നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ വരച്ച ഫിഗറിലേക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടോ കേട്ടോ. മക്കൾ വരച്ച ഫിഗറിലേക്ക് അത് ഷെയ്ഡ് ചെയ്തിട്ടോളൂ. ഇന്റർ കാലറി മെരിസ്റ്റം ദാ ഇവിടെയും കൊടുത്തിരിക്കുന്ന ഇതും ഇന്റർ കാലറി തന്നെയാണ് കേട്ടോ. കുറച്ചുകൂടെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രീൻ കണ്ടോ, അതും എന്ത് തന്നെയാണ്? ഇന്റർ കാലറി മെരിസ്റ്റം തന്നെയാണ്. ഇന്റർ കാലറി മെരിസ്റ്റം ഓക്കെ അല്ലേ? മനസ്സിലായി? ഇന്റർ കാലറി മെരിസ്റ്റം എവിടെ ആയിരിക്കും മനസ്സിലായി? ഡാറ്റ കാണിച്ച്. ലാറ്ററൽ മെരിസ്റ്റം ആണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അതായത് ഇവിടെ നിങ്ങൾ കാണുന്ന ഫിഗറിൽ നോക്കിക്കേ, ദാ ഇങ്ങനെയാ ലാറ്ററൽ മെരിസ്റ്റം കാണിച്ചേക്കുന്നത് അല്ലേ? ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. സാർ ഇതെന്താണ് സാർ ഇങ്ങനെ മാത്രം കൊടുത്തിരിക്കുന്നത്? ഈ ലാറ്ററൽ മെരിസ്റ്റം എങ്ങനെയാണ്, ഈ എവിടെയാണ് ഇരിക്കുന്നത്? കൺഫ്യൂഷൻ ഉള്ളവരൊന്ന് ഡാറ്റ കാണിച്ചേടാ, ഒന്ന് ഡാറ്റ കാണിച്ച്. കട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചേക്കുന്നത്. ഞാനുണ്ടല്ലോ ദേ എല്ലാവരും ഇങ്ങ് ശ്രദ്ധിച്ചോട്ടോ. ഈ പ്ലാന്റിനെ ഞാൻ എന്താ ഇങ്ങനെ ക്രോസ് സെക്ട് ചെയ്യാണ്, ഇങ്ങനെ വട്ടത്തിൽ അങ്ങ് മുറിച്ചു. ഓക്കെ ആണെങ്കിൽ തമ്പ് കാണിച്ച്. ഓക്കെ ആണെങ്കിൽ തമ്പ് കാണിക്കുക. ഓക്കെ ഫൈൻ. ദാ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുക ഉറപ്പായിട്ടും ദാ ഇതുപോലെ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കില്ലേ? ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തോളൂ. ആണല്ലോ. ഈ സർക്കുലർ ക്രോസ് സെക്ഷന്റെ അകത്ത് സാറ് കാണിച്ചു തരാൻ പോവാണ് നിങ്ങൾക്ക് എന്ത്? ആ അകത്തിരിക്കുന്ന ലാറ്ററൽ മെരിസ്റ്റം കാണിച്ചു തരട്ടെ, ശ്രദ്ധിച്ചോട്ടോ. സർക്കുലർ ഷേപ്പിലായിരിക്കും ലാറ്ററൽ മെരിസ്റ്റം ഉണ്ടായിരിക്കുക. കത്തിയവരൊന്ന് ഡാറ്റ കാണിക്ക്. കണ്ടോ, ഇതിനെ എന്ത് ചെയ്തേക്കുക? ഇങ്ങനെ സെൻട്രിൽ നിന്ന് ഇങ്ങനെ താഴേക്ക്, ഇതിങ്ങനെ താഴേക്കുണ്ടെങ്കിൽ ഇതിനെ സെൻട്രിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് കട്ട് ചെയ്ത് കാണിക്കുവാണെങ്കിൽ ദാ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ദാ ഇവിടുന്ന് താഴേക്കുള്ളതാ ഈ ഒരു ലൈനും ഇവിടുന്ന് താഴേക്കുള്ള ഈ ഒരു ലൈനും, ഈ രണ്ട് ലൈൻസ് അല്ലേ കാണുക? ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതല്ലേ താഴെ കാണിക്കുന്ന രണ്ടെണ്ണം, അല്ലാതെ പ്ലാന്റിന്റെ അവിടെ രണ്ട് ലൈൻ പോലെ അല്ല കേട്ടോ ഈ പറയുന്ന ലാറ്ററൽ മെരിസ്റ്റം ഇരിക്കുന്നത്. കത്തിയൊരു ഡാറ്റ കാണിച്ച്. ആ വുഡിന്റെ അല്ലെങ്കിൽ സ്റ്റെമ്മിന്റെ അറൌണ്ട് ചുറ്റും ഉണ്ടായിരിക്കും ലാറ്ററൽ മെരിസ്റ്റം. കട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ചുറ്റിലും ഉണ്ട് കേട്ടല്ലോ. ഇതുകൊണ്ട് തന്നെ ചുറ്റിലും ഉള്ളത് കൊണ്ടല്ലേ മക്കളെ പ്ലാന്റിന്റെ ഗിർത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമുക്ക് ലാറ്ററൽ മെരിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത്? ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. ഗിർത്ത് ഇൻക്രീസ് ചെയ്യാൻ ആ ടേം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. പ്ലാന്റ്സിന്റെ ഗിർത്ത് ഇൻക്രീസ് ചെയ്യാൻ, സ്റ്റെമ്മും റൂട്ടൊക്കെ ആണെങ്കിലും ഗിർത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലാറ്ററൽ മെരിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത്. കിട്ടിയോ? അപ്പൊ ഇതിനകത്ത് ലാറ്ററൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, അതുപോലെ തന്നെ എപ്പിക്കൽ മെരിസ്റ്റം അത്രയും ഓക്കെ ആയവർ മാത്രം ഡാറ്റ കാണിക്കുക. ഈ എപ്പിക്കൽ മെരിസ്റ്റം റൂട്ടിന്റെ ടിപ്പിലും ഉണ്ടായിരിക്കും, ഷൂട്ടിന്റെ ടിപ്പിലും ഉണ്ടായിരിക്കും. ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്ന ലാറ്ററൽ സൈഡിലാണ് കാണുന്നുണ്ടാവുക. ഇത് ഒന്ന് മനസ്സിലാക്കുക. ചുറ്റും ആ വുഡിന് ചുറ്റും അതുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഫിഗറിൽ ഇങ്ങനെ കാണുന്നത്. പക്ഷെ എന്ന് കരുതി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഫിഗറിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അത് കറക്റ്റ് ലേബിൾ ചെയ്യാമെങ്കിൽ വേവ് ചെയ്തേ. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അത് കൺഫേം ചെയ്തേ. പെട്ടെന്ന് നോക്കിക്കേ, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കേ. എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. യെസ് സർ. Question which said that if the apical meristem of the planters continues to grow due to the presence of അതാരത്? ഏബലാ? വിളിച്ച ഏബലിനെ? ഏബലെ നീ എന്താണ് ഉദ്ദേശിച്ചത്? എന്തായിരുന്നു ക്വസ്റ്റ്യൻ?
If the apical meristem of a plant is removed, it becomes used to grow because of the presence of natural wind. റിമൂവ് എന്നുണ്ടോ? എനിക്ക് ക്വസ്റ്റ്യൻ നീ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, നീ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. ക്വസ്റ്റ്യൻ ഒന്ന് ഫോട്ടോ എടുത്ത് മാമിന് അയച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വോയിസ് ഒന്ന് ഇട്ടോളൂ. പ്ലാന്റിന്റെ apical meristem ആ വെട്ടി ആ മാറ്റിയതും പ്ലാന്റ് ഗ്രോ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ഇന്റർ കാലറി മെരിസ്റ്റം ഉള്ളതുകൊണ്ട്. അതല്ലേ ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്റർനോഡൽ റീജിയൻസ് ഇലോങ്ങേഷൻ സംഭവിക്കുമല്ലോ. ടിപ്പിന് ഇലോങ്ങേഷൻ സംഭവിക്കില്ല എന്നല്ലേ ഉള്ളൂ. ഇന്റർനോഡൽ റീജിയനിൽ ഇലോങ്ങേഷൻ സംഭവിക്കും, ബിക്കോസ് അവിടെ ഇന്റർ കാലറി മെരിസ്റ്റം പ്രസന്റ് ആണ്. ഓക്കെ മക്കളെ, ഒന്ന് ഇവിടെ നോക്കിക്കോട്ടോ, ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധിച്ച്. ഒരു ഫിഗർ നിങ്ങൾക്ക് സ്കൂളിൽ തരുമെന്ന് എനിക്കറിയില്ല, എന്നാലും ആ ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിൽ ഈ സെക്കൻഡ് ഫിഗർ നോക്കിയാൽ മതി നിങ്ങൾ. ഇതാണ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്ന ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇത് പാരൻകൈമ സെൽസാ. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇത് പാരൻകൈമ എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ആരാണ് സാർ അത്? എയ്തൻ എയ്തൻ കേൾക്കുന്നുണ്ടോ മക്കളെ? ഒറ്റ മിനിറ്റ് കേട്ടോ. എയ്തൻ കേൾക്കുന്നുണ്ടോ? എയ്തൻ നീ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. വേഗം അൺമ്യൂട്ട് ചെയ്യും. കേൾക്കുന്നുണ്ടോ എയ്തൻ? ഹലോ, നീ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണോ? ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുവാണോ അതോ കിടന്ന് ഉറങ്ങുവാണല്ലോ നീ അവിടെ? എടാ, നീ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 10 തവണ ഞാൻ ഏതെന്ന് വിളിച്ചാലാണോ നീ കേൾക്കുക? ശ്രദ്ധിച്ചില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോ ഇതെന്നാ സാധനം എന്നറിയാവോ? ഏത് സെല്ലിന്റെ? ഏത് പ്ലാന്റ് ഇഷ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു? കുറച്ചു നേരം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. എന്തായിരുന്നു അത്? അവിടെ നോക്കണ്ട, അവിടെ ഇല്ലത്. അയ്യോ, എല്ലാവരും അടുത്തായിരിക്കും. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് ഏത് പ്ലാന്റ് ഇഷ്യൂ ആണ് നീ പറഞ്ഞോ. നീ ആദ്യം നിന്റെ ഡിവൈസ് ഒന്ന് നേരെ വെച്ചാൽ തല കുത്തി നിൽക്കുവാണല്ലോ. തിരിച്ചു വയ്ക്കും. എടാ, അതിന്റെ ഓട്ടോ റൊട്ടേറ്റിന്റെ ഓപ്ഷൻ ഒന്ന് നോക്കിയടാ നീ. ഓക്കെ, ഒന്ന് ലീവ് ചെയ്ത് റീചേഞ്ച് ചെയ്താൽ മതി. കിടന്നുറങ്ങാനാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഞാൻ ക്ലാസ്സിൽ ഇരുത്തില്ല കേട്ടോ. ഓക്കെ, ഞാൻ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നേ? ഒന്ന് പറഞ്ഞേ നീ. നീ കേറിയപ്പോ മുതൽ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. ഈ 5:30 to 6:15 വരെയുള്ള ക്ലാസ് എന്തിനാ വെച്ചേക്കുന്നത്? ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തോ? ഞാൻ പറഞ്ഞൊക്കെ മാർക്ക് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏതാന്ന് പറഞ്ഞേ? ഏറ്റവും ലാസ്റ്റത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഈ പടം കോംപ്ലക്സ് പെർമെന്റേഷൻ, പിന്നെ സൈലോഫോൾ, അതല്ല ഏതൻ. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ ഇനി ചോദിക്കുന്നില്ല. നീ നേരെ ഇരുന്ന് ഇതേപോലെ വൃത്തിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാമെങ്കിൽ മാത്രം ഇവിടെ ഇരിക്കുക. അതർവൈസ് യു ക്യാൻ ലീവ്. ഓക്കെ, കേട്ടല്ലോ? ലാസ്റ്റ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, ലാസ്റ്റ് മൊമെന്റിലെ പ്രിപ്പറേഷൻ ആണ്. ഈ ടൈമിലും ഇതേപോലെ മുന്നത്തെ പോലെ തന്നെ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യം ഇരിക്കുന്നു? പഠിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇരിക്കുക കേട്ടോ. അതർവൈസ് റീസൺ ബോധിപ്പിക്കുക, യു ക്യാൻ ലീവ്. മ്യൂട്ട് ചെയ്തിട്ട് ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, യെസ് മക്കളെ, അപ്പോൾ ഈ സാധനം കണ്ടു കഴിഞ്ഞാലും പാരൻകൈമയുടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫിഗർ ആണ് തരുന്നെങ്കിലും കണ്ടാൽ മനസ്സിലാക്കാൻ ഇത് ഒരു ക്ലൂ നമുക്ക് കിട്ടത്തുള്ളൂ. നോക്കിക്കേ, ഇതിന്റെ ഇടയിലുള്ള ഇന്റർ സെല്ലുലാർ സ്പേസ് ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേടാ. ഇന്റർ സെല്ലുലാർ സ്പേസ് എന്താണ്? കൂടുതലാണ്. ഈ ഒരു ക്ലൂ വെച്ചിട്ടേ നമുക്ക് പാരൻകൈമേനെ തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. കത്തിയവരൊന്ന് ഡാറ്റ കാണിച്ചേടാ. പാരൻകൈമ ടിഷ്യൂസിന്റെ ഫിഗർ തന്നു കഴിഞ്ഞാൽ വേഗം എന്റെ മക്കളെ എന്ത് നോക്കുക? സെൽസ്, അടുത്തടുത്തുള്ള സെൽസിന് ഇൻ ബിറ്റ്വീൻ ഉള്ള സ്പേസ്. ഈ സ്പേസിനല്ലേ ഇന്റർ സെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നതാണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ.
ഈ സെൽസിനിടയിലുള്ള സ്പേസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ദാറ്റ് ഈസ് പാരൻകൈമ. ഇത് അതിന്റെ വേറൊരു സെക്ഷണൽ വ്യൂ ആണ്, അതവിടെ നിൽക്കട്ടെ. ഇതാണെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇന്റർസെല്ലുലാർ സ്പേസ് കാണുന്നില്ലേ? കാണുന്നുണ്ടെങ്കിൽ അത് വേവ് ചെയ്തേ. ഇതിൽ വേറൊരു രീതിയിലാണ് കാണുന്നതേ ഉള്ളൂ. കണ്ടോ? ഇങ്ങനത്തെ സെക്കൻഡ് ഫിഗർ പോലുള്ളതായിരിക്കും എപ്പോഴും സാധാരണ തരുന്നുണ്ടാവും എക്സാമിന്. കത്തിയോ മീൻസ് ഐ മീൻ കണ്ടാ മനസ്സിലാകോ? അത്രയും ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിച്ചോ. സെറ്റ് അല്ലേ? അടുത്ത ആളെ നോക്കിക്കോട്ടോ. ദാ ഇയാളെ നോക്കിക്കേ. ഇയാളെ എന്തായാലും മനസ്സിലാവത്തില്ലേ? നമുക്കൊന്ന് വേവ് ചെയ്തേ. കോളൻകൈമയുടെ ഫിഗറും ഭയങ്കര എപ്പോഴും കൺഫ്യൂസിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തരാറില്ല. എന്നാലും നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ. ഒരു സെല്ലെടുത്ത് ശ്രദ്ധിച്ചോട്ടോ. ഒരു സെല്ല്, അടുത്തടുത്ത സെല്ലെല്ലാം കണക്റ്റഡ് ആണതാ. ഒരു സെല്ലെടുത്താൽ ആ സെൽസിന്റെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കോർണേഴ്സിൽ മാത്രം, കണ്ടോ, കോർണേഴ്സ് മാത്രം കുറച്ച് തിക്കായിട്ടിരിക്കുന്നുണ്ട്. കണ്ടവരൊന്ന് വേവ് ചെയ്തേ. ഓൺലി ദ കോർണേഴ്സ്, കണ്ടല്ലോ മക്കളെ, കോർണേഴ്സ് മാത്രം തിക്കായിട്ടിരിക്കുക. ഇങ്ങനെയുള്ള ഒരു ടിഷ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം ദാറ്റ് ഈസ് കോളൻകൈമ. കത്തിയവര് മാത്രം ഒന്ന് ഡാറ്റ കാണിച്ച്. ഒരു സെൽ എടുത്താൽ അതിന്റെ കോർണേഴ്സ് മാത്രം തിക്കൻഡ് ആയിരിക്കും. ആൻഡ് എനിക്കിപ്പോ ആരാ പറഞ്ഞു തരാ, ഈ കോർണേഴ്സ് തിക്കാവാനായിട്ടുള്ള ഒരു സാധനം അവിടെ ഉണ്ട്. എന്തുള്ളത് കൊണ്ടാണ് കോർണേഴ്സ് തിക്കൻഡ് ആയിട്ടിരിക്കുന്നത്? യെസ് യെസ് സർ. ആരാ സർ? ഋഷി ആയിരുന്നോ? ഋഷികേശ് പെട്ടുന്നാ? ആര്? പെറ്റ്. കുറച്ച് എനർജിയിലൊക്കെ പറയണ്ടേ? ഇത് മറ്റേ പെട്ടു എന്ന് പറയുമ്പോ നിന്നോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, നീ പെട്ടുപോയി, അതാണ് ഞാൻ വിചാരിക്കുക. പെക്റ്റിൻ. തൊണ്ടയ്ക്ക് എന്നാ പറ്റിയടാ? അതെന്നത്? രാത്രി AC ഇപ്പൊ ഒന്നാമതേ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാ അല്ലേ? ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും കേരളത്തിൽ ഭയങ്കര തണുപ്പായിരിക്കും, മഞ്ഞ് വീഴുന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അപ്പൊ നീ രാത്രി AC ഇട്ട് ഉറങ്ങുവാണല്ലേ? മഞ്ഞ് ഒരിക്കലും പെയ്യില്ലെന്ന് സാറിനോട് ആര് പറഞ്ഞു? മക്കളെ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ ലാസ്റ്റ് ഇയറിലൊക്കെ മൂന്നാറിൽ മഞ്ഞ് വീണെന്ന് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നു. ഓക്കെ. സാറ് പറയുന്നത്, ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന സാറ് പറയുന്നത് വേറൊന്നുമല്ല, കേരളത്തിൽ ഒരിക്കലും മഞ്ഞ് പെയ്യില്ല. സോ മൂന്നാർ കേരളത്തിൽ നിന്ന് മാറ്റി ജപ്പാനിലേക്ക് ചേർത്ത് വെച്ചേക്കുവാണ്. പറഞ്ഞിട്ട് എന്നാ കാര്യമല്ലേ? മൂന്നാർ കേരളത്തിൽ മഞ്ഞ് വീഴില്ല, സാർ പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ വീണ മൂന്നാർ ജപ്പാനിലായിരിക്കുന്നത്, അതുകൊണ്ടാ. എനിവേ, ഇത് ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേടാ. പെക്റ്റിന്റെ ഡെപ്പോസിഷൻ സെൽസിന്റെ കോർണേഴ്സിൽ ഉള്ളത് കൊണ്ടാണ് അതിന്റെ കോർണേഴ്സ് തിക്കൻഡ് ആയിട്ടിരിക്കുന്നത്. ആ കോർണേഴ്സ് തിക്കൻഡ് ആയിട്ടുള്ള സെൽസ് കണ്ടാൽ വി കൻ കൺഫേം ദാറ്റ് ഇറ്റ് ഈസ് കോളൻകൈമ. എന്താണ്? കോളൻകൈമ. ദെൻ അതുപോലെ തന്നെ അടുത്ത ആളെയും കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ നോക്ക്, സ്ക്ലീറൻകൈമേനെ നോക്ക്. എന്തേലും തോന്നുന്നുണ്ടോ? സാർ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല അല്ലേ? ഇവിടെ ഒരു സെല്ല് എടുത്താൽ ആ സെല്ലിന്റെ എല്ലാ സെൽ വോൾസും നോക്കിക്കേ, ഈക്വലി തിക്കൻഡ് ആണെങ്കിൽ എന്റെ മക്കളൊന്ന് ഡാറ്റ കാണിച്ച്. സെൽ വോൾസ് എല്ലാം തന്നെ എന്താണ്? ഈക്വലി, എല്ലാ സൈഡും എന്താണ്? തിക്കാണ്, നല്ല കട്ടിയുള്ളതാണ്, ഹൈലി തിക്കൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇത് എന്തോ ഒരു സാധനം ഇതിന്റെ സെൽ വോളില് ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് അതെല്ലാം ഈക്വലി തിക്കൻഡ് ആയിട്ടിരിക്കുന്നത്. എന്താണ് ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത്? യെസ് സർ. ആരാ? അനയാണോ? ആരാണ്? മോനെ സൽമു, വാടാ. ആടിക്കൊണ്ടിരുന്നോ നീ? ഇപ്പോഴും ഈ ആട്ടം നിർത്തിയിട്ടില്ലല്ലേ? സൽമാൻ ഒരു ആട്ടം ഒത്തിരി ഉള്ളത് പണ്ട് തൊട്ടല്ലേ സൽമാനെ? നിങ്ങൾക്ക് ചെറുതായിട്ട് ഇതിന് ആട്ടം കൂടുതലാ. പറഞ്ഞോ സൽമാൻ, എന്ത് ഡെപ്പോസിറ്റ് ചെയ്തേക്കൊണ്ട് അതിന്റെ എല്ലാ സൈഡ്സും ഈക്വലി തിക്കൻഡ് ആയിട്ടുള്ള? അപ്പോ സബ്സ്റ്റൻസിന്റെ പേര് സിമെന്റാ? സിമെന്റിങ് മെറ്റീരിയൽ. അതിന്റെ പേര് കണ്ടാ? ലിഗ്നിൻ കേട്ടോ മക്കളെ. അപ്പോ ഈക്വലി സെൽവോൾ എല്ലാം തിക്കൻഡ് ആയിട്ടുള്ളത് സ്ക്ലീറൻകൈമയാണ്. അത് ലിഗ്നിൻ ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ടാണ്. കോർണേഴ്സ് മാത്രം തിക്കൻഡ് ആയിട്ടുള്ളത് കോളൻകൈമയാണ്. അവിടെ പെക്റ്റിൻ ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ടാണ്. ദെൻ പാരൻകൈമയുടെ ഇൻ ബിറ്റ്വീൻ എന്തുണ്ട്? യെസ്, നല്ല സ്പേസ്, ഇന്റർസെല്ലുലാർ സ്പേസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതിനെ മൂന്നിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ് കിട്ടിയെങ്കിൽ ഡാറ്റ കാണിച്ചേടാ. എങ്ങാനും ഒരു ഐഡന്റിഫിക്കേഷൻ. പിന്നെ ഈ പോയിന്റ് നിങ്ങൾ തിയറി പഠിക്കുമ്പോൾ അതിനകത്ത് കയറി വരും കേട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സോ ഞാൻ പാരൻകൈമ, കോളൻകൈമ. യെസ്, ചോദിക്കടാ. നാളെ സ്കൂളിൽ സയൻസ് എക്സാമാ? അപ്പോ അനിമൽ ടിഷ്യൂസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊക്കെയാന്ന് പറഞ്ഞു തരണമെന്നാണോ? നീ ലാസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സെറ്റ്. മക്കൾ, ഈ ഫിഗറും ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യൂ.
വരില്ല വരില്ല എന്ന് എല്ലാവരും പ്രതി, കാരണം ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന വെറുതെ ഒരു സിമ്പിൾ കാണുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, അതൊരു ഫിഗർ പോലെ ടെക്സ്റ്റിൽ ഇത് കിടക്കുന്നതാണെങ്കിൽ ടാറ്റ കാണിച്ചേ. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വന്നപ്പോൾ പ്രശ്നമായി. അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനകത്ത് വേറെ ഒന്നുമല്ല, സെല്ലിന്റെ എപ്പിഡെർമിസ് റീജിയൻ ആണ് കാണിച്ചേക്കുന്നത്. എപ്പിഡെർമൽ റീജിയനെ കാണിച്ചേക്കുന്നത്. അവിടെ ഈ ഓപ്പണിംഗ് കാണുന്നുണ്ടോ മക്കൾ? ഇവിടെ ഒരു ഓപ്പണിംഗ് കണ്ടു, ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കണ്ടെങ്കിൽ ടാറ്റ കാണിക്കും. ഓപ്പണിംഗ് കണ്ടെങ്കിൽ ടാറ്റ കാണിച്ച്. ഈ ഓപ്പണിങ്ങിന്റെ നെയിം സ്റ്റൊമാറ്റ എന്നാണ് കേട്ടോ. സ്റ്റൊമാറ്റ ആണ്. ഇതേ സ്റ്റൊമാറ്റയുടെ വേറൊരു വ്യൂ ഇവിടെ കാണിച്ചിങ്ങനെ കണ്ടെങ്കിൽ ടാറ്റ കാണിച്ച ആ ഹോള് കണ്ടോ? ആ ഹോള് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്ത്. ആ ഹോളാണ് ദേ ഇവിടെ കാണുന്ന ഈ ഹോള്. കത്തിയവർക്ക് മാത്രം ടാറ്റ കാണിക്കാം, കേട്ടല്ലോ. ആ ഹോളും ഈ ഹോളും സെയിം ആണ്. സോ അത് സ്റ്റൊമേറ്റ, ഓപ്പണിംഗ് സ്റ്റൊമേറ്റ ആണ് കേട്ടോ. ഈ സ്റ്റൊമേറ്റനെ ഗ്വാഡ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന സെൽസ് ആണ് ഗ്വാഡ് സെൽസ്. ഇവിടെ ഗ്വാഡ് സെൽസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ റെഡ് വെച്ചിട്ടൊന്ന് ബോർഡർ കൊടുക്കുക. ഗ്വാഡ് സെൽസ് രണ്ടെണ്ണം കണ്ടവരൊന്ന് ടാറ്റ കാണിക്കുക. ഗ്വാഡ് സെൽസ് കാണുന്നുണ്ടോ? സ്റ്റൊമേറ്റനെ ഗ്വാഡ് ചെയ്തിരിക്കുന്ന അതേ ഗ്വാഡ് സെൽസ് ഇവിടെയും കാണുന്നുണ്ടെങ്കിൽ എന്റെ മക്കള് ടാറ്റ കാണിച്ച്. ഒന്ന് എൻലാർജ് വ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. സ്റ്റൊമാറ്റയും ഗ്വാഡ് സെൽസ് നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കുക. ഈ സ്റ്റൊമാറ്റ ഇരിക്കുന്ന എവിടെയാണ്? നമ്മുടെ പ്ലാന്റിന്റെ ഒക്കെ സെല്ല് എടുത്താൽ അതിന്റെ എപ്പിഡെർമൽ സെൽസ് കണ്ടോ, ഇങ്ങനെ നോക്കിക്കുക, കണ്ടോ ഈ എപ്പിഡെർമൽ സെൽസ് ഉണ്ട്. ഈ എപ്പിഡെർമൽ സെൽസിന് ഇടയിലാണ് സ്റ്റൊമാറ്റ ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. കത്തിയവർക്ക് മാത്രം തമ്പിടാട്ടോടാ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പലരും സ്കിപ്പ് അടിച്ച് കളയുന്ന ഒരു സാധനം ആയിരുന്നു അത്, പക്ഷേ ഇനി സ്കിപ്പ് അടിക്കാൻ പാടില്ല എന്ന് ലാസ്റ്റ് ഇയറിൽ കുറെ പേർക്ക് മനസ്സിലായ കാര്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതും മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്, ആ സാധനം നിങ്ങൾ നോട്ട് ചെയ്തോ. ഇത് ബുക്കിലുണ്ടോ? ശരിക്കും നോക്കിക്കേ, ഉണ്ടെങ്കിൽ തമ്പട്ടെ. എങ്ങാനും നമ്മുടെ ഭാഗ്യക്കേടിന് ചോദിച്ചാൽ ഇത് കോർക്ക് സെല്ലാണെന്ന് പറയണം കേട്ടോ. ഓക്കെ, പ്രൊട്ടക്റ്റീവ് സെൽസ് രണ്ടെണ്ണല്ലേ നമുക്ക് പഠിക്കാനുള്ള, എപ്പിഡെർമിസും കോർക്കും അല്ലേ പഠിക്കാനുള്ള. ആണെങ്കിൽ ടാറ്റ കാണിച്ച് ആ കോർക്ക് സെല്ലാണ് ഇതും ഈ പ്ലാന്റ്സിന്റെ ടിഷ്യൂസിനും കാര്യങ്ങൾക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് സെൽസിന്റെ ലെയറിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. എപ്പിഡെർമിസും പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്, കോർക്ക് എന്ന് പറയുന്നതും പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് കേട്ടോ. ഫിഗർ ഒന്നും നമ്മൾ മിസ്സാക്കാൻ പാടില്ല കേട്ടോ. ഏത് ഫിഗർ എപ്പോൾ വേണമെങ്കിലും കയറി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് അതിലെ ഫിഗർ എന്ന് പറയാനായിട്ട് ഇല്ല. വേറെ എന്ത് പറ്റി സാർ? ആരാണ് സാർ അത്? ആരാണ്? എയ്ബലാ വിളിച്ചേ? എന്തോ ടേബിളെ? എന്താണ് സാർ? ദ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഓഫ് പാരൻകൈമ ആൻഡ് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിൽ പാരൻകൈമയ്ക്ക് നോക്കിക്കാൻ നീ ഇന്റർസെല്ലുലാർ സ്പേസ് കുറെ കാണുന്നില്ലടാ. അത് ഏകദേശം സെയിം ആയിരിക്കുംടാ, എക്സാക്ട് സിമിലർ ആയിരിക്കില്ല. അവിടെ നമുക്ക് പറയാനായിട്ട് ചെറിയൊരു ഡിഫറൻസ്. ഇന്റർസെല്ലുലാർ സ്പേസിൽ ഒരെണ്ണത്തിൽ ഇത്തിരി കൂടുതലായിരിക്കും, ഒരെണ്ണത്തിൽ ഇച്ചിരി കുറവായിരിക്കും. എക്സാക്ട് നമുക്ക് കറക്റ്റ് മെഷർമെന്റ് എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എപ്പോഴും ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിലും ബെറ്റർ അപ്പുറത്ത് നോക്കുന്നത് നല്ലത് കേട്ടോ. സെക്കൻഡ് വൺ ഏത്? നീ അവിടെ കൊടുത്തേക്കുന്ന രണ്ടെണ്ണം ഒന്ന് നീ ശരിക്കും നോക്കിക്കുക, രണ്ടും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത്. ഓൾമോസ്റ്റ് അല്ല, ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്തേ. കണ്ടാ, ചെറിയ വ്യത്യാസം വരും. അതാണ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ശരിക്കും ഒന്ന് കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, യെസ്, നോട്ട് ചെയ്തോളൂ. ഇതാരാണ് സാർ? അത് ആരാണ്? ഫൈസാൻ തന്നെയാണത്. ഫൈസാനെ നീ വല്ലാണ്ട് മാറിപ്പോയി. ഒരു മാസം ക്ലാസ്സിൽ കാണാതെ ആയപ്പോഴേക്കും നീ നിങ്ങൾ വല്ലാതെ മാറിപ്പോയി. എന്ത് പറ്റി? ഡൗട്ട് ആണോടാ? കാണിച്ചു തരാമല്ലോ, പിന്നെന്താ. ആര്? പുഴുവോ? ഓക്കെ, ഇതിനകത്ത് ഏതാണ് എപ്പിഡെർമിസ് എന്നാണോ നീ ഉദ്ദേശിച്ചത്? ദേ ടിക്ക് ഇടുന്ന എല്ലാം എപ്പിഡെർമൽ സെൽസ് ആണ്. ഏത്? അതിന് സബ്സിഡിയറി സെൽ എന്ന് പറയാം, പക്ഷെ നമുക്കത് വേണ്ട, പഠിക്കാനില്ല. ഗ്വാഡ് സെല്ലിന്റെ അപ്പുറമുള്ളത് സബ്സിഡിയറി സെല്ലാണ്. സബ്സിഡിയറി സെല്ല് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന നമ്മുടെ എപ്പിഡെർമൽ സെല്ല് വരുന്നത്. നമുക്കത് പഠിക്കാനില്ല, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടാ. ശരി. അല്ലല്ലോ, ഒരു സെക്കൻഡ്. നീ കൈക്ക് എന്നാടാ പറ്റിയത്? എന്തിട്ടതാണ്? ഗോള് സേവ് ഇട്ടതാണല്ലേ? അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ.
ഫൈനൽ എക്സാം ഒക്കെ ആവുമ്പോഴേക്കും കുറെ പേര് ഗോൾ സേവ് ഇടും. അതേപോലെ സൈക്കിൾ ഒന്ന് ശരിക്കും സൈക്കിൾ ഓടിക്കാൻ തോന്നുന്ന ആ സമയത്താ. പിന്നെ ഒന്ന് കുളിക്കാനൊക്കെ തോന്നും പുഴയില്, മതിലിൽ നിന്ന് ചാടാൻ തോന്നും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്കേറ്റിംഗ് നടത്താനൊക്കെ തോന്നുന്നത് എക്സാം ആവാറാകുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വിക്ടിന്റെ ക്ലാസ്സിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, കുറച്ച് നാളത്തേക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൈ, കാല്, തല ഇതൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പോയി എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ ആണെങ്കിൽ തംസിട്ട് ഈ എന്താ കളിക്കാൻ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫുട്ബോൾ കളിച്ച് കൈയും കാലും ഒടിക്കാതിരിക്കുക, സൈക്കിൾ ചവിട്ടാൻ പോയിട്ട് കൈയും കാലും ഒടിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എക്സാം ആയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് വിടില്ല. പുറത്ത് വിട്ട ഉറപ്പാണ് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരുള്ളൂ. തിരിച്ചു വരുന്നത് ഇഞ്ചുറി ആയിട്ടായിരിക്കും. ആ ഉറപ്പുള്ളതുകൊണ്ട് പാരന്റ്സ് എന്ത് ചെയ്യില്ല, വിടൂല്ല. ഇരുന്ന് പഠിച്ചോ, ട്യൂഷന് പോവാ. ട്യൂഷനാണെങ്കിൽ ലാസ്റ്റ് മൊമെന്റിലാണെങ്കിൽ ട്യൂഷന് പോയില്ല. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ സ്കൂള് വീട് കുറച്ച് ഇപ്പോഴും നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കില്ല ഏകദേശം. ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച് ഇതിന്റെ ഇടയിൽ നമ്മൾ എവിടെ പോവാനാ? ക്ലാസ്സിൽ പോവാ, വീട്ടിൽ വരിക, ഫുഡ് കഴിക്കുക, വെറുതെ ഇരിക്കുക. ഇതൊക്കെ തന്നെയുള്ള പരിപാടി. അപ്പോൾ ആ സമയത്ത് ഇഞ്ചുറീസ് പറ്റാതെ എൻ്റെ മക്കൾ സൂക്ഷിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടാണ്. പിന്നെ സൈലം ഫ്ലോയത്തിന്റെ ഫിഗർ ഒന്നും നമുക്ക് തരാൻ ചാൻസ് ഇല്ല. എന്നാലും എങ്ങാനും എന്തെങ്കിലും ഒരു ഫിഗർ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ തരുവാണെന്നുണ്ടെങ്കിൽ സൈലത്തെയും ഫ്ലോയത്തെയും തിരിച്ചറിയാൻ ഞാനൊരു സിമ്പിൾ മെത്തേഡ് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് ഒക്കെ എടുത്ത സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? സൈലം ഫ്ലോയം തമ്മിലും തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒരു ഫിഗർ ഇൻ കേസ് ബുക്കിൽ തന്നില്ല എന്ന് കരുതുക. നിങ്ങൾ കരുതുക ബുക്കിൽ തന്നിട്ടില്ല എന്ന് കരുതുക. ഒരു ഫിഗർ ടീച്ചേഴ്സ് എക്സ്ട്രാ തരുവാണെന്ന് കരുതുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. എങ്ങനെ നമ്മൾ തിരിച്ചറിയും അത് സൈലമാണോ ഫ്ലോയമാണോ എന്നുള്ളത്? ആരും ഓർക്കണില്ല. ആ വൈഭവേ ഒന്ന് പറഞ്ഞടാ, കേക്കട്ടെടാ വൈഭവേ. എന്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ അത്? വാട്ടർ ആൻഡ് മിനറൽസ് ഒരു ഡയറക്ഷനിലാ, താഴെ നിന്ന് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യാണ് വാട്ടർ മിനറൽസും. അത് ആരോ മാർക്ക് ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ കാണിക്കത്തുള്ളൂ സൈലോ ആണെങ്കിൽ. ഫ്ലോയോ ആണെങ്കിലോ അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടാകും, ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടാകും. എന്താ ഈ ഫ്ലോയത്തിനകത്തൂടെ അപ്വേർഡ് ഡയറക്ഷനിലും ഡൗൺവേർഡ് ഡയറക്ഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നേ? ഏത് ഫുഡാണത്? ഏത് ഫുഡാടാ? ഫോട്ടോസിന്തസിസ്. ലീവ്സിലത്തെ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ട് എന്ത് ഫുഡാ ഉണ്ടാകുന്നേ അവിടെ? ഗൂഗിളാ? എടാ ഗ്ലൂക്കോസ് ഉണ്ടാകും. ഇനിയിപ്പോ അത് എന്തോ ആയിക്കോട്ടെ, കാർബോഹൈഡ്രേറ്റിന്റെ ഫോം ഒക്കെ ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ് എല്ലാം സെയിം ആണ് കേട്ടോ. അപ്പൊ ഈ ഫുഡ് ഉണ്ടാക്കുന്നത് ആരാണ്? ഫ്ലോയോ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു സാധനം കൂടി സാർ പറഞ്ഞു തരാം. നിങ്ങൾ നോക്കിക്കേ, ഫ്ലോയത്തിൽ ഓരോ കമ്പാർട്ട്മെന്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ക്രോസ് സെക്ഷൻ വാൾസ് കാണുന്നുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച മക്കളെ പ്ലേറ്റുകൾ കണ്ടോ? ഒരു പ്ലേറ്റ് സെപ്പറേഷൻ കണ്ടോ? പക്ഷെ സൈലത്തിൽ അതുണ്ടോ നോക്കിക്കേ, ഇല്ല. അപ്പോൾ ഫ്ലോയത്തിന്റെ ഇങ്ങനത്തെ ഫിഗറാണ് തരുന്നെങ്കിൽ അങ്ങനെ നമുക്ക് തിരിച്ചറിയാം. ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഫിഗർ നോക്ക്, ഈ ഫിഗറിനകത്തും അത് കാണിച്ചിട്ടുണ്ട്, പക്ഷെ വേറൊരു രീതിയിലാണ്. ഇവിടെയും ആ പ്ലേറ്റ് ഇരിക്കുന്ന നോക്കിക്കാൻ മക്കളെ കണ്ടോ? ഓരോ കമ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ഒരു പ്ലേറ്റ് കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച് നോക്ക്. പെർഫോറേഷൻ പ്ലേറ്റ് എന്ന് അതിനെ പറയാം, പക്ഷെ പേരൊന്നും നിങ്ങൾ പഠിക്കണ്ട. സൈലത്തിന് അതില്ല, ഫ്ലോയത്തിന് അതുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ തമ്പിട് എക്സാമിന് സൈലത്തിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ വാട്ടർ, നമ്മൾ എഴുതുന്ന ആൻസർ എഴുതുന്നു യെസ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ എഴുതില്ലേ? അങ്ങനെ എഴുതുന്ന ഒരു ഡാറ്റ കാണിച്ച് കണ്ടക്ഷൻ, അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ എന്ന് എഴുതി ഉറപ്പിച്ച് വെച്ചാൽ തെറ്റിന്നല്ല, പകുതി മാർക്ക് തരും, ബാക്കി പകുതി പോകും. എന്തുകൂടെ എഴുതണം? എപ്പോഴും ആൻസർ എഴുതുമ്പോൾ സൈലത്തിലൂടെ വാട്ടർ ആൻഡ് മിനറൽസിന്റെ ട്രാൻസ്പോർട്ട് എഴുതണം. കേട്ടല്ലോ? ഓക്കെ ആണെങ്കിൽ തമ്പ് കാണിച്ചേ. വാട്ടർ മിനറൽസ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ ഫുൾ മാർക്ക് തരത്തുള്ളൂ കേട്ടോ. വാട്ടർ പ്ലസ് മിനറൽസ് ആണ്. വാട്ടറും മിനറൽസും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് സൈലം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഫ്ലോയം എന്ന് പറയുമ്പോൾ ഫുഡ് ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫോട്ടോസിന്തസിസ്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡിനെയാണ് ഫ്ലോയം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇന്ന് പഠിക്കാനുള്ള കണ്ടന്റ്സിന് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കി വെക്കേണ്ടതും കേട്ടോ. ഓക്കെ, ഹാപ്പി ആയോ? ഹാപ്പി ആണെങ്കിൽ ഡാറ്റ കാണിച്ചേ. ഇവര് വിടാൻ സമയമായല്ലേ? എത്ര പെട്ടെന്ന് സമയം പോയത്. നമുക്കൊരു കാര്യം ചെയ്താലോ? ഇപ്പോൾ പതിയെ വൈൻഡപ്പ് ചെയ്തിട്ട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് ക്ലാസ് ഇപ്പോൾ ഈവനിങ് ബാച്ചിന് ഈവനിങ്ങിൽ പഠിക്കുന്ന സമയത്ത്, മോർണിംഗ് ബാച്ചിന് മോർണിംഗിൽ പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സ് സാർ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ, പേടിക്കണ്ട. ഓക്കെ അല്ലേ? സെറ്റ് ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ.
ഇപ്പൊ ഞാൻ നിങ്ങളെ പറഞ്ഞു വിടട്ടെ, വിടാൻ ഡാറ്റ ആണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് ഇന്ന് ഈവനിംഗ് ബാർക്ക് രാത്രി ഈവനിങ് 6:30 ക്ലാസ്സിനും മോർണിംഗ് ബാച്ചിന് രാവിലത്തെ ക്ലാസ്സിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഇപ്പൊ ലീവ് ചെയ്യാ. 6:30 ബാച്ചുകാർ എന്ത് ചെയ്യണം, 6:30 ജോയിൻ ചെയ്യണം. മോർണിംഗ് ബാച്ചുകാർ നാളെ മോർണിംഗിൽ വരണം, കേട്ടല്ലോ. അപ്പോ ഇപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാ, ലീവ് ചെയ്യാ. നിങ്ങൾക്ക് സാറേ അവൻ എവിടെ പോയി, അവനെ വിളിച്ച സ്റ്റെപ്പിന്റെ ചോട്ടിൽ ഇരിക്കുന്നുണ്ടാവും. അതന്നെ. സൽമാനെ, എടാ ബാക്കിയുള്ളവർ ലീവ് ചെയ്തോളൂ മക്കളെ, ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, സൽമാനെ പറയടാ, നിനക്ക് പ്ലാന്റ് ടിഷ്യൂസ്, അനിമൽ ടിഷ്യൂസ് അല്ലേ പറഞ്ഞ വേണമെന്ന്. ഈ അനിമൽ ടിഷ്യൂസിന്റെ അകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാ ഒന്ന്, എന്നാടാ ആരടാ അത്, അനിയത്തി. കിട്ടിയല്ലേ കൊച്ചിന്റെ അടുത്തുനിന്ന്. എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഇമ്പോർട്ടന്റാ. എപ്പിത്തീലിയൽ ടിഷ്യൂ മാർക്ക് ചെയ്തോ. എപ്പിത്തീലിയൽ ഇതൊക്കെ കേട്ടോ, സ്ക്വാമസ്, ക്യൂബോയിഡല്, കൊളംനാർ, സീലിയേറ്റഡ് കൊളംനാർ കേട്ടോ, ഗ്ലാൻഡുലാർ. എപ്പിത്തീലിയംസ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫംഗ്ഷൻസും അത് ഏത് ലൊക്കേഷനിൽ കാണുന്നു എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി തൽക്കാലത്തേക്ക്. പിന്നെ ഏത് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം, അത് ആര് പറഞ്ഞതാ? നിങ്ങളുടെ ബുക്കിലുണ്ടോ അത്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി സ്യൂഡോ സ്ട്രാറ്റിഫൈഡാ. സ്യൂഡോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റിഫൈഡ് ആണെന്ന് തോന്നിക്കും, പക്ഷെ സ്ട്രാറ്റിഫൈഡ് അല്ല, അത് വേറൊരു ടൈപ്പ് ആണ്. ബട്ട് സ്ട്രാറ്റിഫൈഡിന്റെ ചെറിയ സിമിലാരിറ്റി ഉണ്ട്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് സ്ട്രാറ്റിഫൈഡ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്ന സംഭവം, അതാണ്. പിന്നെ ഉണ്ടല്ലോടാ ഇതിൽ ഇതാ കണക്റ്റീവ് ടിഷ്യൂസിൽ ബ്ലഡ്, അത് നോട്ട് ചെയ്ത് വെച്ചോ. ബ്ലഡിന്റെ കമ്പോണൻസ് പഠിക്കുക, പ്ലാസ്മയും ബ്ലഡ് സെൽസും. ബ്ലഡ് സെൽസിൽ തന്നെ RBC പഠിക്കുക, WBC പഠിക്കുക, പ്ലേറ്റ്ലെറ്റ്സ് പഠിക്കുക. RBCയുടെയും WBCയുടെയും പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻസ് എപ്പോഴും ചോദിക്കണതാ കേട്ടോ. RBC ഫംഗ്ഷൻ, WBC ഫംഗ്ഷൻ, പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ. പിന്നെ ഉള്ളത് ബോണിനകത്ത് വരുമ്പോൾ ടെൻഡൻ ലിഗമെന്റ് ഇമ്പോർട്ടന്റ്. ടെൻഡൻ ലിഗമെന്റ് എന്താണ്, ടെൻഡൻ എന്താണ്, ലിഗമെന്റ് അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അത് നോക്കി വെച്ചോ കേട്ടോ. പിന്നെ കാർട്ടിലേജ് ഉണ്ട്, കാർട്ടിലേജും കൂടെ നോക്കിയിട്ടോളൂ. കാർട്ടിലേജ് ഇറ്റ്സ് എ കണക്റ്റീവ് ടിഷ്യൂ ആണ് കാർട്ടിലേജ്. കാർട്ടിലേജും ടെൻഡനും ലിഗമെന്റും മൂന്നും ഏകദേശം ഒരേ ലെവലിൽ വരുന്നവരായതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഉള്ളത് അഡിപ്പോസ് ടിഷ്യൂ ഇമ്പോർട്ടന്റ് ആണ്. ഫാറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അഡിപ്പോസ് ടിഷ്യൂ മാർക്ക് ചെയ്തിട്ടോളൂ. പിന്നെ നമുക്ക് ഇതിന് ചോദിക്കാം 3 ടൈപ്പ് മസിൽസ് കേട്ടോ. സ്ട്രയേറ്റഡ് മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. അതിന്റെ ഫിഗേഴ്സ് അടക്കം നോക്കി വെച്ചോളൂ വേണമെങ്കിൽ. മസിൽസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ അത് എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്, അതാ നമുക്ക് ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാല്. പിന്നെ മസിൽസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വൺ നിങ്ങൾക്ക് വരുന്നത് നെർവസ് ടിഷ്യൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫിഗർ വരച്ച് ലേബൽ ചെയ്യാൻ കേട്ടോ. നെർവസ് ടിഷ്യൂവിന്റെ ഫിഗർ വരയ്ക്കുക, പാർട്സ് ലേബൽ ചെയ്യുക. നെർവസ് ടിഷ്യൂ എന്നാ ന്യൂറോണിനെയാണ് നമ്മൾ നെർവസ് ടിഷ്യൂ എന്ന് പറയാം. നെർവ് ടിഷ്യൂ അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയാം. ന്യൂറോണിന്റെ ഫിഗർ വരയ്ക്കുക, പാർട്സ് ലേബൽ ചെയ്യുക. അതിൽ ഓരോ പാർട്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാർട്സ് മാത്രം മതി, എല്ലാം കൂടെ വേണ്ട. സെൽ ബോഡി, ആക്സൺ, ഡെൻഡ്രൈറ്റ് അത്രേ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ. അത് ലേബൽ ചെയ്യാൻ പഠിച്ചോ, ഡീറ്റെയിലിംഗ് അത്രയും ബുക്കിലില്ല. മയലിൻ ഷീറ്റ് അല്ല കേട്ടോ, മയലിൻ ഷീത്ത് ആണ്. ഓക്കെ, ഇത്രയൊക്കെ പഠിച്ചിട്ട് പോയ സെറ്റാണ്. ഓക്കെ ബൈ. പോയിട്ട് അടുത്ത നാളെയാണോ ഇന്നാണോ നീ വരുന്നേ? ഇന്ന് വരുമല്ലേ, അപ്പൊ കുഴപ്പമില്ല, 6:30 കാണാം, പൊക്കോളൂ. ആയിക്കോട്ടെ, യെസ്. ഓക്കെ സാർ, ഇതാരാ പിന്നെ പോകാതിരിക്കുന്ന നന്മ, എന്ത് പറ്റി? പെർമനന്റ് ടിഷ്യൂല് ഫിഗർ വരില്ല എന്ന് ആര് പറഞ്ഞു? അതല്ല ഞാനിപ്പോ നേരത്തെ പറഞ്ഞു തന്നെ, അത് സ്പാരങ്കൈമോ കോളങ്കൈമോ വരയ്ക്കാൻ തന്നാ അതില്ലേ ഞാനിപ്പോ പറഞ്ഞ ക്ലൂ അതായത് ഇന്റർസെല്ലുലാർ സ്പേസ് കൂടുതലാണ്. കോളങ്കൈമയ്ക്ക് കോർണേഴ്സ് തിക്കൻഡാണ്. സ്ക്ലീറൻ കൈമയുടെ എല്ലാ സൈഡും ഈക്വലി തിക്കൻഡാണ്. ഈ ക്ലൂ കയ്യിൽ വെച്ചുകൊണ്ട് കയ്യിൽ നിന്നിട്ട് ഒരു സെല്ലിന്റെ കോമ്പിനേഷൻ വരച്ചുകൂടെ? ശരിക്കും പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മൾ പാരങ്കൈമയിൽ ഇന്റർസെല്ലുലാർ സ്പേസ് മാർക്ക് ചെയ്ത് വെക്കുക. കോളങ്കൈമയിൽ
ചാൻസ് ഉണ്ട് എക്സാം, അതായത് ഈ ചാപ്റ്റർ വരുന്ന എക്സാമിന് പിന്നെ അതന്നെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, പഠിച്ചു വെച്ചോളൂ എന്തായാലും. ഓക്കെ, യെസ് മക്കളെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ലീവ് ചെയ്യുക, എന്നിട്ട് 6:30 റീജോയിൻ ചെയ്യുക. ഈവനിംഗ് മോർണിംഗ് നാളെ രാവിലെ കാണാം കേട്ടോ. ബൈ, സി യു. പോയിട്ടോ 10 മിനിറ്റേ ഉള്ളൂ.